ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയിക്കോട്ടെ, നമ്മുടെ സർവീസ് പ്രോപ്പർ അല്ല, വാഹനത്തിൻ്റെ സർവീസ് പ്രോപ്പർ അല്ല, പക്ഷേ നമ്മൾ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് വളരെ കൃത്യമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിന് കംപ്ലൈൻറ്റ് വന്നാൽ അഥവാ നമ്മുടെ വാഹനത്തിൽ ഏതെങ്കിലും രീതിക്ക് എക്സ്റ്റേണൽ ആയിട്ട് പ്രശ്നം വന്നാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എലി വല്ലം കയറി നമ്മുടെ വാഹനത്തിൻ്റെ വയറിങ് കട്ട് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. 100% നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. പക്ഷേ നമ്മുടെ സർവീസ് പ്രോപ്പർ അല്ല, നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട്, അത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയിക്കോട്ടെ, നമ്മുടെ സർവീസ് പ്രോപ്പർ അല്ല. സർവീസ് പ്രോപ്പർ അല്ലെങ്കിൽ പോലും നമുക്ക് വാഹനത്തിന് ഇൻഷുറൻസ് കിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ധൈര്യമായിട്ട് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. കാരണം ക്ലെയിം വേറെ, സർവീസ് വേറെ. സർവീസ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫും കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരാതിരുന്നുള്ളൂ സർവീസ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് കാര്യങ്ങൾ. അതായത് നമ്മുടെ വാഹനത്തിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇൻഷുറൻസ് കിട്ടുന്നതിന് ഒരു തടസ്സവും ഇല്ല. രണ്ടാമത്തെ കാര്യം, പക്ഷേ ഇതിനകത്ത് വേറെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഇതുകൊണ്ട് നമ്മൾ സർവീസ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് ഇൻഷുറൻസ് കിട്ടുന്നതിന് പ്രശ്നമില്ല, പക്ഷേ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡ് തീർന്നു, നമ്മൾ അറിയുന്നില്ല, നമ്മൾ നല്ല സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ബ്രേക്ക് പാഡ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരും, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടും. ഇൻ കേസ് ഒരുപാട് ഹീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പെഡൽ താന്നു പോകാനുള്ള ചാൻസസ് വരുന്നുണ്ട്. അതായത് ഓവറായിട്ടുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പെഡൽ താന്നു പോകും, പെഡൽ സ്പോഞ്ചി ആയി പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്കതൊരു പ്രശ്നം തന്നെയാണ്, അതും ആക്സിഡൻറ്റ് ഉണ്ടാക്കാനുള്ളൊരു കാരണമാണ്. അതുകൊണ്ട് സർവീസ് കൃത്യമായിട്ട് തന്നെ ചെയ്തു പോവുക. സർവീസിൻ്റെ കാര്യത്തിൽ ഒരു രീതിക്കുള്ള കോംപ്രമൈസും ചെയ്യരുത്. എന്നാലും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഗൾഫിലാണ് അല്ലെങ്കിൽ നാട്ടിലില്ലാത്തൊരു വ്യക്തിയാണ്, നിങ്ങൾ വാഹനം എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് പോവുകയാണ്, അങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു എലി കയറി വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ മരോ വല്ലതും വന്ന് നമ്മുടെ വാഹനത്തിൻ്റെ പുറത്തോട്ട് വീഴുകയോ അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്കിതെല്ലാം നമ്മുടെ ഇൻഷുറൻസിൽ കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പലരും ഇൻഷുറൻസിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഭയങ്കര കോസ്റ്റ് വരും, അതുകൊണ്ട് ഇൻഷുറൻസ് കവർ ചെയ്യേണ്ട, നമ്മളിത് കയ്യിൽ നിന്ന് കാശ് മുടക്കി ചെയ്യാമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരുന്നത്. ഹിസ്റ്ററിയിൽ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോലും ഇതെല്ലാം ഹിസ്റ്ററിയിൽ വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു സർവീസ് നോർമൽ സർവീസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നോർമലായിട്ടൊരു സർവീസ് സെൻറ്ററിൽ ചെയ്യുകയാണെങ്കിൽ, ഇനി പുറത്ത് കൊണ്ടുപോയി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം നാളെ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുമ്പോഴാണല്ലോ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും, ഇങ്ങനെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ, അഥവാ ഇങ്ങനെ ഒരു വയർ കട്ടിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് അറിയാനും സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നല്ലത് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ കൃത്യമായിട്ടുള്ള വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ട് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ പാർട്ട് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യുക, വയറിംഗ് കിറ്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഫുൾ വയറിംഗ് കിറ്റ് റീപ്ലേസ് ചെയ്യുക. കാരണം ഇതൊക്കെ നമുക്ക് ഇൻഷുറൻസ് തന്നെ ഈ വയറിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് യൂസ് ചെയ്ത് തന്നെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്.